ഇന്ന് നമുക്കൊരു ചെമ്മീൻ തീയൽ തയ്യാറാക്കാം. ചൂടായ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, 8 ഉള്ളി ചെറുതായി അരിഞ്ഞത്, 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കരിയാപ്പല ഇടുക. ഇത് നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറക്കാൻ. അപ്പോൾ നന്നായി തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ സാദാ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി. ഇവ ചേർത്ത് ആ പൊടിയുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ നന്നായി വറന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുക്കുമ്പോൾ വെള്ളവും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കതിലേക്ക് ഒരു 15 ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കരിയാപ്പല. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചെമ്മീൻ അതിലേക്കിടുക. നന്നായി വഴറ്റുക. 1 മിനിറ്റ് നേരം നന്നായി വഴറ്റുക. വഴന്ന ചെമ്മീനിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾ പൊടിയും ഇട്ട് നന്നായി ഇളക്കുക. ഇപ്പം വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. അതിനകത്ത് ആ ചെമ്മീൻ്റെ അകത്തെ വെള്ളമാണ് അതിനകത്ത് കാണുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിലേക്ക് 3 ചെറിയ കുടംപുളി ഇട്ട് നന്നായി ഇളക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചെമ്മീൻ്റെ അകത്തുണ്ട്. അത് നന്നായി അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പം ചെമ്മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരപ്പിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നല്ല തീയിൽ തിളപ്പിക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. കറി കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കറി താത്ത് വയ്ക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 നുള്ള് ഉലുവ ഇടുക. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കരിയാപ്പിലയും ഇട്ട് നന്നായി വറുത്തെടുക്കാം. അപ്പോൾ ഉള്ളിയും കരിയാപ്പിലയൊക്കെ നന്നായി മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കാം. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രുചിയുള്ള ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണേ.